മച്ചാമാരെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിംഗ് മച്ചാൻ എന്നൊരു മച്ചാമാരെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഫസ്റ്റ് ഹാഫ് റിവ്യൂ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഫുള്ളും കണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിനിമ കാണാൻ ഒരേ ഒരു പേരേ ഉള്ളൂ, കാർത്തിക് സുബ്ബരാജ് സൂര്യ. ഈ ഒരൊറ്റ പേര് മതി. പടം പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സീരിയസ്ലി പറയാം, എനിക്ക് പേഴ്സണലി ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, ഇത് സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയുക. ഇത് എൻ്റെ ഒപ്പീനിയനാണ്, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. എനിക്ക് ഫസ്റ്റ് ഹാഫ് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. അത് ഞാൻ നേരത്തെ റിവ്യൂ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ വന്നു കഴിഞ്ഞപ്പം ഒരുപാട് ഹൈപ്പ് കൊടുത്ത കുറേ വില്ലന്മാരുണ്ട്. ആ ഒരു ഹൈപ്പിനുള്ള സംതിങ് എന്തോ എനിക്ക് വലുതായിട്ട് അങ്ങ് കണക്റ്റ് ആയില്ല. അത് മാത്രമേ ഉള്ളൂ എനിക്ക് ഇതിനകത്തുള്ളത്. ബാക്കി ഫുൾ നോക്കുവാണെങ്കിൽ കിഡു പടം. കിഡു എന്ന് വെച്ചാൽ കിഡു. ഡയറക്ടർ ഫ്രം എൻ്റെ പൊന്ന് കാർത്തിക് സുബ്ബരാജ് പ്രോ, ഒരു രക്ഷയില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫർ വന്ന് ശ്രേയാസ് കൃഷ്ണ, പിന്നെ മ്യൂസിക് ബൈ സന്തോഷ് നാരായണനാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ എഡിറ്റിംഗ് ഷെഫീഖ് മുഹമ്മദ് എന്ന് പറഞ്ഞ പുള്ളിയാണ്. എഡിറ്റിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് എഡിറ്റിംഗ് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു 1960-80 കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കഥയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ആ ഒരു കാലഘട്ടം കാണിക്കണം. ആ ഒരു കാലഘട്ടം, അതുപോലെ തന്നെ അവരുടെ ഡ്രസ് കോഡ്, എല്ലാം ഒന്നിനൊന്നിനും വെച്ച്. പിന്നെ ഇതിനകത്ത് എടുത്തോണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മോനെ കിഡു എന്ന് വെച്ചാൽ കിഡു. സൂര്യയുടെ ഇൻട്രോയ്ക്ക് എന്ത് സാധനമാണ്, നമ്മള് കാണണമെന്ന് ആഗ്രഹിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് പുള്ളിക്കാരന്. ആ ലെവലിൽ പുള്ളി ഇൻട്രോ എല്ലാം അന്യായമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫൈറ്റ് സീക്വൻസ് ആണെങ്കിലും അടിപൊളി. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ ജോജു ജോർജ്, അതുപോലെ ജയറാം, പിന്നെ ജയറാം, ഇവർക്ക് രണ്ടുപേർക്കും കൊടുത്ത ക്യാരക്ടർ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ജയറാമിൻ്റെയൊക്കെ ഞാൻ ഒരു കാര്യം പറയും, ജയറാമൊക്കെ ഞാൻ വെച്ച് വളിപ്പായിരിക്കും അല്ലെങ്കിൽ മടുപ്പിച്ച് കളയും എന്നുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഈ സിനിമയിൽ അങ്ങനെ ഒന്നുമില്ല. കാരണം പുള്ളിക്ക് കൊടുത്ത റോള് പുള്ളി നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി ഒരു എന്താ പറയുക, മലയാളമാണ് ഇത്, തമിഴ് സിനിമ ആണെങ്കിലും മലയാളത്തിലാണ് പുള്ളി സംസാരിക്കുന്നത്. പക്ഷെ ആ മലയാളം സംസാരിക്കുന്നത് തന്നെ നല്ല രസമായിട്ടാ കാണാനൊക്കെ. പുള്ളിയുടെ റോള് പുള്ളി നല്ല കിഡുവായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ജോർജും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുള്ളിക്ക് കിട്ടേണ്ട ആ ഒരു രീതി തന്നെ കിട്ടിയിട്ടുണ്ട്. എന്നാലും പടം എനിക്ക് പേഴ്സണലി എനിക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ട്. പിന്നെ ഇച്ചിരി നെഗറ്റീവ് എന്ന് പറയാൻ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആ സെക്കൻഡ് ഹാഫ് ലാസ്റ്റ് മാത്രമേ ഉള്ളൂ എനിക്കൊരു ഇച്ചിരി. കാരണം അത്ര ഹൈപ്പ് വന്നിട്ട് അല്ല, ഒരു വില്ലനൊക്കെ കൊടുത്തൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു ഇതിനകത്ത്. ആ ഒരു ഹൈപ്പ് എന്തോ സംതിങ് അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ എനിക്ക് പേഴ്സണലി ഒന്നുമില്ല. കാരണം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പ്രേമം, പിന്നെ അതുപോലെ തന്നെ തമാശ, യുദ്ധം, ഈ മൂന്ന് ഇതാണ് ഈ സിനിമ പറയുന്നത്. ആ മൂന്നും ഇതിനകത്തുണ്ട്. അപ്പം എന്തായാലും നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയുക. പിന്നെ സൂര്യനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ മോനെ ഒന്നും പറയാനില്ല. കാരണം പുള്ളി ചില സീനൊക്കെ ഉണ്ട്, പുള്ളി അങ്ങ് ജീവിക്കുക. ഫസ്റ്റ് ഒരു മാരേജ് ഫംഗ്ഷൻ്റെ ഇടിയുണ്ട്. അതിനകത്ത് ഒരു സീനുണ്ട്, അതായത് പുള്ളി എന്തോ പറയുന്ന ഒരു ഇടി കഴിഞ്ഞ് വന്ന് പെട്ടെന്ന് തന്നെ സെന്റിമെന്റലായിട്ട് പിന്നെ ഒരു മാസിലേക്ക് വരുന്ന സീനുണ്ട്. നല്ല കിഡു ആണ് കേട്ടോ. അതുപോലെ എനിക്ക് എന്തായാലും പേഴ്സണലി ഞാൻ പറഞ്ഞ് എൻ്റെ ഒപ്പീനിയൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പോയി കാണുക, തിയേറ്ററിൽ തന്നെ പോയി കാണുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് രൂപത്തിൽ പറയുക. അപ്പം അടുത്തൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് വരുന്നത്. ബൈ.